കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഈ സെയിം ചാപ്റ്റർ തന്നെയാണ്. നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് എടുത്തപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വരും. എന്താണ് നമ്മൾ പഠിച്ചത്? നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ പഠിച്ചത് യൂട്ടിലിറ്റി എന്താണ് എന്നുള്ളതും 2 ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി ഉണ്ട് എന്നുള്ളതും അതിൽ കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്ന സന്തോഷമാണെന്നും ഈ കാർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി പ്രധാനമായിട്ടും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിനെ ബാധകമാണ് എന്നുള്ളതും. ഇനി അളക്കാൻ പറ്റാത്ത ഒരു യൂട്ടിലിറ്റി ഉണ്ട്, അതാണ് ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി എന്നുമാണ് നമ്മൾ പഠിച്ചത്. ഈ അളക്കാൻ പറ്റാത്ത സന്തോഷം എന്ന് പറയുമ്പോൾ അത് യൂട്ടിലിറ്റി നമുക്ക് ക്രമത്തിൽ അടയാളപ്പെടുത്താൻ പറ്റും. അളക്കാൻ പറ്റില്ല എന്നാലും നമുക്ക് അതിനൊരു ഓർഡേഴ്സ് അല്ലെങ്കിൽ റാങ്ക് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ പഠിച്ച ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റി. ഈ ഓർഡിനൽ മെഷർമെന്റ് ഓഫ് യൂട്ടിലിറ്റിയിലാണ് നമ്മൾ എന്ത് പഠിച്ചത്? ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും പഠിച്ചത്. അതായത് ബഡ്ജറ്റ് ലൈന് ഇൻഡിഫറൻസ് കർവിനെ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റിലാണ് മാക്സിമം കൺസ്യൂമർ ഇക്വിലിബ്രിയം നേടുക എന്നുള്ളതും നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അതിനോട് അനുബന്ധമായിട്ട് പഠിക്കുന്നത് ഡിമാൻഡ് എന്താണ് എന്നുള്ളതും ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളതും ഡിമാൻഡ് കർവ് എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ഡിമാൻഡ് കർവ് ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഡെറിവേറ്റ് ചെയ്യുക എന്നുള്ളതും എന്താണ് കമ്പോള ചോദനം എന്നുള്ളതുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് മീൻസ് ദി ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ദാറ്റ് എ കൺസ്യൂമർ ഈസ് വില്ലിംഗ് ആൻഡ് ഏബിൾ ടു ബൈ എ ഗിവൺ പ്രൈസ് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത വിലയ്ക്ക് ഉപഭോക്താവ് വാങ്ങാൻ തയ്യാറാവുകയും അളവുണ്ടാകുകയും ചെയ്യുന്ന വസ്തുവിന്റെ അളവിനെ കാണിക്കുന്നതാണ് എന്ത്? ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവ് എന്താണ്? കർവ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. അതായത് ഡിമാൻഡ് കർവ് ഷോസ് ദി ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അതായത് ഒരു വസ്തുവിന്റെ വിലയും ആ വസ്തു വാങ്ങുന്ന അളവും തമ്മിലുള്ള ആ വസ്തുവിന്റെ ആവശ്യമുള്ള അളവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു രേഖാചിത്രമാണ് എന്ത്? ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് കർവ് നമുക്കൊരു ഗ്രാഫിന്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ടേബിളിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെ വരുന്നതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പൊ ഞാനിവിടെ പ്രൈസ് ആണ് എഴുതിയിട്ടുള്ളത്. നമ്മൾ പ്രൈസ്, ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കിലോയില്. പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഉപഭോക്താവിന്റെ വരുമാനം ഇൻകം, ഉപഭോക്താവിന് അതായത് കൺസ്യൂമറിന് 100 രൂപ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് ഇപ്പൊ നമുക്ക് ഒരു വസ്തുവിന്റെ വില 100 രൂപയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെന്ന് വെച്ചാൽ അയാൾക്ക് ഒരു വസ്തു, ഏത് വസ്തു ആയിക്കോട്ടെ, വസ്തു എന്ത് വേണമെങ്കിലും ആവാം. ഇപ്പൊ ചായ ആവാം, ബിസ്ക്കറ്റ് ആവും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോഫിയും ബിസ്ക്കറ്റും വെച്ചിട്ടാണ് ഒരു എക്സാമ്പിൾ നോക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോൾ കോഫി ആവും, ബിസ്ക്കറ്റ് ആവും, ആപ്പിൾ ആവും, എന്തും. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് അയാൾക്ക് ക്വാണ്ടിറ്റി മണ്ണ് മാത്രം വാങ്ങാൻ പറ്റുള്ളൂ. കാരണം അയാളുടെ കയ്യിൽ 100 രൂപയുള്ള. ഇനി എന്താണ്? പ്രൈസ് 50 കുറഞ്ഞു എന്ന് വിചാരിക്കാം. 50 കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് സ്വാഭാവികമായിട്ടും ക്വാണ്ടിറ്റി ഇപ്പൊ കിലോ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 2 കിലോ വാങ്ങാൻ പറ്റും അല്ലേ? ആദ്യം അയാൾക്ക് 1 കിലോ വാങ്ങാൻ പറ്റിയിട്ടുള്ളൂ. ഇനി പ്രൈസ് ഒന്നും കൂടി 25 കുറഞ്ഞു എന്ന് വിചാരിക്കുക. അയാൾക്ക് സ്വാഭാവികമായിട്ടും എന്താവും? 100 രൂപയ്ക്ക് 4 കിലോ വാങ്ങാൻ പറ്റും അല്ലേ? വാങ്ങാൻ പറ്റും. ഇനി പ്രൈസ് 20 ഒന്നും കൂടി കുറഞ്ഞു എന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും അയാൾക്ക് ഇപ്പൊ എത്ര വാങ്ങാൻ പറ്റും? 5 കിലോ വാങ്ങാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് പ്രൈസ് കുറയുമ്പോൾ വാങ്ങുന്ന ആ ഡിമാൻഡ് വർദ്ധിക്കുന്നു. അതായത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഇത് തന്നെ നമുക്ക് ഇൻവേഴ്സും ആയിട്ട് വരും. അതായത് പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഗ്രാഫായിട്ട് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന ആ കർവ് എങ്ങനെയാണ് വരിക? ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ടാണ് വരിക. അതിന് കാരണം എന്താണ്? കാരണം ഇത് തന്നെ, പ്രൈസ് കുറയും തോറും ഡിമാൻഡ് കൂടുന്നു. സ്വാഭാവികമായിട്ടും ഗ്രാഫ് എങ്ങനെയാണ് വരിക? ഡൗൺവേർഡ് സ്ലോപ്പ് ആയിട്ടാണ് വരിക. അങ്ങനെയാ നമുക്ക് ഗ്രാഫ് ഒന്ന് നോക്കിയാലോ? ഗ്രാഫ് നോക്കാം. നമ്മൾ y ആക്സിസിൽ എപ്പോഴും നമ്മൾ പ്രൈസ് ആണ് എഴുതുന്നത്, x ആക്സിസിൽ ക്വാണ്ടിറ്റി ആണ് എഴുതുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയാൽ അയാൾ 100 രൂപയ്ക്ക് 1 കിലോ ആണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ പോയിന്റ് ഇതാ ഇവിടെയാണ് വരിക. ഇനി അയാൾ 50 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ അയാൾ വാങ്ങിയിട്ടുള്ളത് എത്രയാണ്?
അയാൾക്ക് 2 കിലോ വാങ്ങാൻ പറ്റി. പോയിന്റ് ഇവിടെ വരും. ഇനി 25 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ അയാൾക്ക് 3 കിലോ വാങ്ങാൻ പറ്റി. ഇനി 20 രൂപയായിട്ട് കുറഞ്ഞപ്പോൾ അയാൾക്ക് 5 കിലോ വാങ്ങാൻ പറ്റി. കർവ് നോക്ക്, ഡിമാൻഡ് കർവ് ഇങ്ങനെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് വന്നു. അതായത് ഇവിടെ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പ്രൈസ് ആണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്, ഇൻകം ചേഞ്ച് ചെയ്തിട്ടില്ല. പ്രൈസ് ചേഞ്ച് ചെയ്തപ്പോൾ അയാളുടെ പോയിന്റുകൾ, അയാൾ വാങ്ങുന്ന പോയിന്റുകളാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇവിടെ ഒരിക്കലും ഇൻകം ചേഞ്ച് ചെയ്തിട്ടില്ല. പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ പോയിന്റുകൾ മാറി മാറി വന്നു. അതായത് മൂവ്മെന്റ് അലോങ് ദി കർവാണ് വന്നിട്ടുള്ളത്, ഒരിക്കലും കർവ് ഷിഫ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ഇത് നമ്മൾ ഡിമാൻഡ് കർവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് ഇത് തന്നെ, ഡൗൺവേർഡ് സ്ലോപ്പ് ആണ്. ഡൗൺവേർഡ് സ്ലോപ്പ് എന്ന് പറയാൻ കാരണം എന്താണ്? പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കുന്നു, സ്വാഭാവികമായിട്ടും കർവ് ഡൗൺവേർഡ് സ്ലോപ്പാണ് വരിക. ഇനി പ്രൈസ് കൂടുമ്പോൾ എന്താക്കും? ഡിമാൻഡ് കുറയും, അതായത് വാങ്ങുന്ന അളവ് കുറയും. അതുകൊണ്ട് തന്നെ കർവ് എപ്പോഴും ഡൗൺവേർഡ് സ്ലോപ്പാണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് തന്നെ, മൂവ്മെന്റ് അലോങ് ദി കർവാണ്. അതായത് പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരിക്കലും കർവ് മാറുന്നില്ല. കർവ് എന്താണ് ചെയ്യുന്നത്? പോയിന്റ് മാത്രം മാറുന്നുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് മൂവ്മെന്റ് അലോങ് ദി കർവാണ്. ഇനി കർവ് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇത് വരും. എപ്പോഴാണ് കർവ് ചേഞ്ച് ചെയ്യുന്നത്? അതായത് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. എപ്പോഴാണെന്ന് വെച്ചാൽ പ്രൈസ് അല്ലാത്ത മറ്റ് ഘടകങ്ങൾ, അതായത് പ്രൈസ് കൂടുമ്പോഴോ കുറയുമ്പോഴോ അല്ല, മറ്റ് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഇൻകം, പോപ്പുലേഷന്, ട്രെൻഡ്, ഫാഷന്, ഇങ്ങനെയുള്ള ഘടകങ്ങൾ കൂടുകയോ കുറയുകയോ ചെയ്യുന്ന സമയത്ത് ഈ കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻകം കൂടുക അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുക, അങ്ങനെയുള്ള സമയത്ത്, കൂടുന്ന സമയത്ത് കർവ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. പക്ഷെ ഇൻകം കുറയുന്ന സമയത്ത് കർവ് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. നമുക്കതൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇപ്പൊ നേരത്തെ നമ്മൾ നോക്കിയ എക്സാമ്പിൾ അയാളുടെ വരുമാനം 100 രൂപയാണ്, ഉപഭോക്താവിന്റെ വരുമാനം 100 രൂപയാണ്. ഇനി അയാളുടെ വരുമാനം 100-ൽ നിന്നും 300 രൂപയായിട്ട് മാറി, കൂടാണ് ചെയ്തിട്ടുള്ളത്, ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. അയാളുടെ വരുമാനം 300 രൂപയായിട്ട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഈ 100 രൂപയ്ക്ക് ഇപ്പൊ പ്രൈസ് അല്ല, ഇവിടെ എനിക്കാണ് ഇപ്പൊ മാറുന്നത്. രണ്ടാമത് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 100 രൂപയ്ക്ക് അയാൾക്ക് എത്ര കിലോ വാങ്ങാൻ പറ്റും? അയാൾക്ക് ഈ 1 കിലോ എന്നുള്ളത് അയാൾക്ക് തീർച്ചയായിട്ടും ഈ 300 രൂപയ്ക്ക് 3 കിലോ വാങ്ങാൻ പറ്റും, ഇല്ലേ? ഇനി പ്രൈസ് 50 രൂപയാണ്, വരുമാനം ഇപ്പൊ 300 ഉണ്ട്. അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്ര വാങ്ങാൻ പറ്റും? അയാൾക്ക് ഇപ്പൊ ഒരു 6 കിലോ വാങ്ങാൻ പറ്റും. ഇനി 25 വിചാരിക്കാം, വില 25, വരുമാനം 300, അയാൾക്ക് എത്ര കിലോ വാങ്ങാൻ പറ്റും? 12 കിലോ വാങ്ങാൻ പറ്റും. ഇനി പ്രൈസ് 20, പിന്നെ ഇൻകം 300, അയാൾക്ക് ഈ പ്രൈസിന് എത്ര കിലോ വാങ്ങാൻ പറ്റും? അയാൾക്ക് ഈ പ്രൈസിന് 15 കിലോ വാങ്ങാൻ പറ്റും. അതായത് ഇൻകം ചേഞ്ച് ചെയ്തപ്പോൾ ഇനി പോയിന്റ് അല്ല മാറാൻ പോകുന്നത്, കർവ് അങ്ങനെ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇപ്പൊ ഒരു ന്യൂ കർവ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് അയാളുടെ 100 രൂപ വരുമാനത്തിലുള്ള കർവാണ് D1. ഇനി അയാൾക്ക് 300 രൂപ വരുമാനം വരുമ്പോൾ അയാൾക്ക് എങ്ങനെയാണ് കർവ് മാറുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. അതായത് അയാൾക്ക് വില 100 രൂപ ഉള്ള സമയത്ത് അയാള് 3 കിലോ വാങ്ങി. ഇനി വില 50 രൂപ ഉള്ള സമയത്ത് അയാള് അപ്പൊ നമ്മൾ ഈ കർവ് ഒന്നും കൂടി നീട്ടി വരയ്ക്കുന്നുണ്ടോ? നമുക്കിവിടെ 15 വരെ വേണല്ലോ. 15. ഇനി അയാള് വില 50 രൂപ ഉള്ള സമയത്ത് അയാള് 6 കിലോ വാങ്ങി. ഇനി അയാള് 25 രൂപ വിലയുള്ള സമയത്ത് അയാള് വാങ്ങിയത് 12 കിലോ. ഇനി 20 രൂപ ഉള്ള സമയത്ത് അയാൾ വാങ്ങിയത് 15 കിലോ. നോക്ക്, കർവ് അങ്ങനെ തന്നെ ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്?
പ്രൈസ് മാറുമ്പോഴല്ല, പ്രൈസ് കൂടിയാലോ കുറഞ്ഞാലോ അല്ല, വരുമാനം അല്ലെങ്കിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ ട്രെൻഡ്സ്. അതായത് വരുമാനം, പോപ്പുലേഷൻ, ട്രെൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ പ്രൈസ് അല്ല ഉദ്ദേശിക്കുന്നത്. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും അല്ല. പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും പോയിന്റ് മാത്രം മാറുള്ളൂ. പക്ഷേ പ്രൈസ് ഒഴിച്ചിട്ടുള്ള മറ്റു ഘടകങ്ങൾ കൂടിയാലോ കുറഞ്ഞാലോ, കൂടിക്കഴിഞ്ഞാൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും കർവ്, കുറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ ഇത്? അതായത് നമ്മൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ, ഇൻകം, അയാളുടെ ഇൻകം കൂടിക്കഴിഞ്ഞപ്പോൾ ഹി ക്യാൻ ബൈ മോർ ക്വാണ്ടിറ്റി. ഇനി അയാളുടെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ഹി ബൈ ലെസ് ക്വാണ്ടിറ്റി. ഇനി എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഡിമാൻഡ് കർവ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെയാണ് നമ്മളിപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് ആയിട്ട് പറയുന്നത്. അതായത് അതർ തിങ്സ് ബീയിങ് ഈക്വൽ ആഡ്സ് ഇറ്റ്സ് പ്രൈസ് ഫാൾസ്, ഇറ്റ്സ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ് ആൻഡ് വൈസി വേഴ്സ. അതായത് പ്രൈസ് കുറയുമ്പോൾ അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു, ഇനി പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. അതാണ് ലോ ഓഫ് ഡിമാൻഡിൽ വരുന്നത്. എന്താണ് അതിന്റെ റീസൺ? അതിന്റെ റീസൺ 3 റീസണാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് ഇൻകം ഇഫക്റ്റ്, രണ്ടാമത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, മൂന്നാമത്തത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. എന്താ ഇൻകം ഇഫക്റ്റ് ഇതിന് റീസൺ വരാൻ കാരണം എന്ന് പറയുന്നത്? ഇൻകം ഇഫക്റ്റിൽ എന്താണ് ഉണ്ടാവുന്നത്? ഇൻകം ഇഫക്റ്റിൽ എന്താണെന്ന് വെച്ചാൽ, വില കുറയുമ്പോൾ ഉപഭോക്താവിന്റെ യഥാർത്ഥ വരുമാനം കൂടുന്നു. അതായത് വില കുറയുമ്പോൾ അയാൾക്ക് കൂടുതൽ സാധനം വാങ്ങാൻ പറ്റുന്നു. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ്? വില കുറഞ്ഞ ഒരു വസ്തു വില കൂടുതലുള്ള ഒരു വസ്തുവിന് പകരമായിട്ട് അയാൾക്ക് വാങ്ങാൻ പറ്റും. ഇനി എന്താണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇതിന്റെ റീസൺ എന്ന് പറയാൻ കാരണം? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു. ഒരു വസ്തുവിന്റെ എക്സ്ട്രാ യൂണിറ്റ് വാങ്ങുമ്പോൾ അയാൾക്ക് കിട്ടുന്ന എക്സ്ട്രാ സന്തോഷമാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ യൂണിറ്റ് അയാൾക്ക് വാങ്ങണമെങ്കിൽ എന്ത് വേണം? അതിന്റെ പ്രൈസ് കുറയണം, എന്നാലല്ലേ അയാൾക്ക് കൂടുതൽ വാങ്ങാൻ പറ്റുള്ളൂ. അതായത് ഒരു വസ്തുവിന്റെ പ്രൈസ് 100 രൂപയാണെന്ന് വിചാരിക്കും, ഒരു ആപ്പിളിന് 100 രൂപയാണെന്ന് വിചാരിക്കും കിലോയ്ക്ക്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ അയാളുടെ വരുമാനം ഈ 100 ആയിരിക്കുന്ന സമയത്ത് അയാൾക്ക് 1 കിലോ മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. ഇനി ആപ്പിളിന്റെ വില 50 കുറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 2 എണ്ണം വാങ്ങാൻ പറ്റും. അപ്പോഴല്ല അയാൾക്ക് എക്സ്ട്രാ സന്തോഷം, നമ്മൾ ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന എക്സ്ട്രാ സന്തോഷം ഇവിടെ പ്രാവർത്തികമാവുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഡിമാൻഡ് കർവ് ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഡെറിവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്. ഈ 2 ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ് വൈ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ ബിസ്ക്കറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കോഫിയും ബിസ്ക്കറ്റാണ് എക്സാമ്പിളിന് വെച്ചിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇന്നും വേണമെങ്കിൽ കോഫി എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് കർവ്? Indifference curve shows the combination of 2 goods, say X and Y, that gives same satisfaction to consumer. അപ്പോൾ ഇതാണ് ഇൻഡിഫറൻസ് കർവ്. 2 വസ്തുക്കളുടെ കോമ്പിനേഷനുകൾ ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് കാണിക്കുന്ന ഒരു കർവാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബഡ്ജറ്റ് ലൈന്? ബഡ്ജറ്റ് ലൈന് ഷോസ് ദി കോമ്പിനേഷൻ ഓഫ്, അതായത് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ് വിത്ത് ഗിവൺ പ്രൈസ് ആൻഡ് ഇൻകം. അതായത് ഉപഭോക്താവ് അയാളുടെ കയ്യിലുള്ള പരിമിതമായ വരുമാനം കൊണ്ട് 2 വസ്തുക്കളുടെ കോമ്പിനേഷനുകൾ എങ്ങനെ അയാൾ വാങ്ങുന്നു എന്ന് കാണിക്കുന്നതാണ് എന്ത്? ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബഡ്ജറ്റ് ലൈനും ഈ ഇൻഡിഫറൻസ് കർവും എങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്കൊരു ടേബിളിന്റെയും അല്ലെങ്കിൽ ഗ്രാഫിന്റെയും സഹായത്തോട് കൂടിയിട്ട് നമ്മൾക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാൽ ഡെറിവേഷൻ. ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവാണ്. ഫ്രം ഇൻഡിഫറൻസ് കർവ് അതായത് ഉപഭോക്താവിന്റെ വരുമാനം 100 രൂപ ആണെന്ന് വിചാരിക്കാം. നമ്മൾ കോഫി എന്ന് പറയുന്ന ഒരു വസ്തു, അതിന് നമ്മൾ എക്സ് ആയിട്ട് കരുതുക. അതിന്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ് എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ഒരു ബിസ്ക്കറ്റാണ് അടുത്ത കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്നത്. ബിസ്ക്കറ്റിന്റെ വില 20 രൂപയാണ് എന്ന് വിചാരിക്കുക. ഇതാണ് ഉപഭോക്താവിന്റെ വരുമാനം എത്ര? 100 രൂപ. നമുക്ക് ബഡ്ജറ്റ് ലൈന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. ആ ഇക്വേഷൻ ഇതാണ് ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ. പ്രൈസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോഫിയുടെ വിലയാണ്. ഈ പ്രൈസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇപ്പോൾ വാങ്ങിയിട്ടുള്ള ഈ കോഫിയാണ് എക്സ്, പ്ലസ് പ്രൈസ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? ഈ ബിസ്ക്കറ്റ് ആണ്.
നമ്മളിപ്പോൾ വൈ എന്ന് പറയുന്ന ബിസ്ക്കറ്റിന്റെ വിലയാണ് പ്രൈസ് ഓഫ് വൈ. ഇനി വൈ എന്ന് പറയുന്നത് എന്താണ്? ബിസ്ക്കറ്റ് ആണ്. ഈസ് ഇക്വൽ ടു ഐ. ഐ എന്താണ്? ഉപഭോക്താവിന്റെ വരുമാനമായ 100 രൂപ. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ബഡ്ജറ്റ് ലൈൻ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ ആദ്യത്തെ ഒരു കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള വരുമാനം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വരുമാനമായ ഈ 100 രൂപ ഞാൻ കോഫി മാത്രം വാങ്ങുന്നുള്ളൂ, ഞാൻ ബിസ്ക്കറ്റ് ഒഴിവാക്കാണ് എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ കോഫി മാത്രം വാങ്ങുന്നുള്ള ബിസ്ക്കറ്റ് ഒഴിവാക്കാണ് അങ്ങനെ വിചാരിക്കാം. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോഫിയുടെ വിലയായ 10 രൂപ ഇൻറ്റു എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഈ കോഫി ക്വാണ്ടിറ്റി, നമ്മൾ കോഫിയുടെ ക്വാണ്ടിറ്റിയാണ് ഈ എക്സ് എന്ന് കാണിക്കുന്നത്. ഈ പ്ലസ് ഇവിടെ വൈ നമ്മൾ വാങ്ങാത്തത് കൊണ്ട് ഇവിടെ 0 ആണ് മൊത്തം. ഈ സിക്കൽ ടു ഇൻകം ആയ 100 അല്ലെ. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ ആയിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് മാത്രം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചു, ബാക്കിയൊക്കെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 100/10 എന്ന് പറഞ്ഞാൽ നമുക്ക് 10, അതായത് നമുക്ക് 10 കപ്പ് കോഫി വാങ്ങാം. എപ്പോ നമ്മൾ ബിസ്ക്കറ്റ് 0 വാങ്ങുകയാണെങ്കിൽ നമുക്ക് 10 കപ്പ് കോഫി വാങ്ങാം എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ വരുന്നത് 10 കോഫിയും 0 ബിസ്ക്കറ്റുമാണ്. മനസ്സിലായ? ഇനി നമ്മൾ രണ്ടാമത് വിചാരിക്കുകയാണ് നമ്മൾക്ക് ബിസ്ക്കറ്റ് മാത്രം മതി, കോഫി വേണ്ട, എൻ്റെ കയ്യിലുള്ള വരുമാനം ഞാൻ ബിസ്ക്കറ്റിന് വേണ്ടി മാത്രം ചെലവഴിക്കുകയാണ്, എനിക്ക് ഇന്ന് കോഫി വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയെന്ന് വെച്ചാൽ ഈ ഇക്വേഷനിൽ വീണ്ടും ഈ ഇക്വേഷനിൽ നമ്മൾ ചെയ്യാം. ഈ ഇക്വേഷനിൽ പ്രൈസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൈസ് ഓഫ് വൈ ഇൻറ്റു വൈ ഈസ് ഇക്വൽ ടു ഇൻകം ആയ 100 അല്ലെങ്കിൽ ഐ. നമ്മൾ ഇവിടെ ഇന്ന് നമ്മൾ കോഫി വാങ്ങുന്നില്ല, ബിസ്ക്കറ്റ് മാത്രം ചെലവഴിക്കുകയാണ് എൻ്റെ പൈസ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോഫിക്ക് വേണ്ടിയിട്ട് 0 ആണ് നമ്മൾ ചെലവഴിക്കുന്നത്. ബിസ്ക്കറ്റിന്റെ വിലയായ 20 ഇൻറ്റു ബിസ്ക്കറ്റ് വൈ, ക്വാണ്ടിറ്റി ഓഫ് ബിസ്ക്കറ്റ് ഈസ് ഇക്വൽ ടു 100, വൈ ഈസ് ഇക്വൽ ടു 100. നമ്മൾ ഈ 20 ഇപ്പുറത്തേക്ക് പോവും 5, അതായത് 5 ബിസ്ക്കറ്റ് എനിക്ക് വാങ്ങാൻ പറ്റും. ഞാൻ കോഫി വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ എനിക്ക് 5 ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റി. അതായത് ഇവിടുത്തെ കോമ്പിനേഷൻ വന്നത് എങ്ങനെയാണ്? 0 കോഫിയും 5 ബിസ്ക്കറ്റുമാണ് ഇവിടുത്തെ ഒരു കോമ്പിനേഷൻ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കേണ്ടത് ഇത് രണ്ടും വെച്ചിട്ടാണ്. ഇത് രണ്ടും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബഡ്ജറ്റ് ലൈന് വരയ്ക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ വൈ ബിസ്ക്കറ്റ്, എക്സ് കോഫി, നമ്മൾ 1 മുതൽ 10 വരെ അടയാളപ്പെടുത്താം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ കോമ്പിനേഷനിൽ നമ്മൾ വന്നിട്ടുള്ളത് എത്രയാണ്? 10 കോഫിയും 0 ബിസ്ക്കറ്റും. ഇവിടെയാണ് ആ പോയിന്റ് വന്നിട്ടുള്ളത്. അതായത് 10 കോഫിയും 0 ബിസ്ക്കറ്റുമാണ് ആദ്യത്തെ പോയിന്റ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എവിടെയാണ് വന്നിട്ടുള്ളത്? ഇവിടെയാണ് 5ലാണ് വന്നിട്ടുള്ളത്. 5 ബിസ്ക്കറ്റും പിന്നെ എന്താണ് 0 കോഫിയും. ആദ്യത്തേത് വന്നിട്ടുള്ളത് 10 കോഫിയും 0 ബിസ്ക്കറ്റും. രണ്ടാമത്തെ വന്നിട്ടുള്ളത് 5 ബിസ്ക്കറ്റും 0 കോഫിയും. ഇത് രണ്ടും നമ്മൾ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എന്ത്? ബഡ്ജറ്റ് ലൈന്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് 0യും 5, ഇവിടെ വന്നിട്ടുള്ളത് 10ഉം 0യും. ഇത് രണ്ടും ജോയിൻ ചെയ്ത് വരച്ചിട്ടുള്ള ഈ ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഞാൻ കോഫിക്ക് ചെലവഴിച്ചപ്പോൾ 10 കോഫിയും 0 ബിസ്ക്കറ്റും എനിക്ക് വാങ്ങാൻ പറ്റി. ഇനി എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഞാൻ ബിസ്ക്കറ്റിന് വേണ്ടി ചെലവഴിച്ചപ്പോൾ എനിക്ക് എന്തായി? 5 ബിസ്ക്കറ്റും അതായത് 0 കോഫിയുമാണ് നമുക്ക് വാങ്ങാൻ പറ്റിയത്. ഇത് നമുക്ക് ഇതൊരു ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. നമ്മൾ ഇക്വേഷനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷനായിട്ട് ചെയ്യണം. പക്ഷെ നമുക്ക് ഇതൊരു മനക്കണക്കായിട്ട് ചെയ്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ കയ്യിലുള്ള 100 രൂപയാണുള്ളത്. 100 രൂപയ്ക്ക് എനിക്ക് കോഫി മാത്രം 10 രൂപ വെച്ചിട്ട് കോഫി മാത്രം വാങ്ങുകയാണെങ്കിൽ 10 × 10 കോഫി വാങ്ങാൻ പറ്റും. ഞാൻ ബിസ്ക്കറ്റ് വാങ്ങുന്നില്ല. ഇനി എൻ്റെ കയ്യിലുള്ള വരുമാനം 100 രൂപയാണ്. 20 ബിസ്ക്കറ്റാണ്
20 രൂപയാണ് ബിസ്ക്കറ്റ് എന്ന് വെച്ചാൽ 20 × 5 100. എനിക്ക് 5 ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. ഇത് നമുക്ക് ഒരു മനക്കണക്കായിട്ടായിട്ടും ചെയ്യാം. പക്ഷെ ഇത് നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ കണക്കായിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇക്വേഷൻ ആയിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ ഇക്വേഷൻ ആയിട്ട് ഓർമ്മ വെക്കുക. പ്രൈസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രൈസ് ഓഫ് വൈ ഇൻറ്റു വൈ ഈസിക്കൽ ടു ഐ എന്ന് പറഞ്ഞാൽ ഇൻകം. ചിലയിടത്ത് ഇവിടെ എം എന്നും പറയാറുണ്ട്. അതായത് വരുമാനം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ബഡ്ജറ്റ് ലൈന്. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഇൻഡിഫറൻസ് കർവ് രൂപപ്പെടുത്തുന്നത് എന്ന് നോക്കാം. അതായത് ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവും ടാൻജന്റ് ചെയ്യുന്ന ഒരു പോയിന്റിലാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടുക എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ ഈ ബഡ്ജറ്റ് ലൈനിന്റെ ഈ സ്ലോപ്പ് ആണ് എന്ത്? പ്രൈസ് ഓഫ് എക്സ് ബൈ പ്രൈസ് ഓഫ് വൈ. അതാണ് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻഡിഫറൻസ് കർവ് കണക്കാക്കുമ്പോൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് നോക്കണം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y ബൈ എക്സ് ഈസിക്കൽ ടു പ്രൈസ് ഓഫ് എക്സ് ബൈ പ്രൈസ് ഓഫ് വൈ. y ബൈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? y ബൈ എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ഗെയിനും വൈ എത്ര ലോസുമാണ്. അതായത് നമ്മൾക്ക് വൈ എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന ഒരു സാധനം, അതായത് എക്സ് എന്ന് പറയുന്ന കോഫി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര വൈ വിട്ടുകൊടുക്കൂ എന്ന് കാണിക്കുന്നതാണ് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്ന് പറഞ്ഞാല് പി എക്സ് ബൈ പി വൈ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് പി എക്സ് ബൈ പി വൈ. പി എക്സ് എത്രയാണ് ഇവിടെ? പി എക്സ് എന്ന് പറയുന്നത് 10 ആണ് അല്ലെ? പ്രൈസ് ഓഫ് കോഫി 10 ആണ്. പ്രൈസ് ഓഫ് ബിസ്ക്കറ്റ് 20 ആണ്. അപ്പൊ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് എത്രയാണ്? 1/2 ആണ് ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 എവിടെയാണോ വരുന്നത് അവിടെയാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുക. അപ്പൊ നമ്മൾക്ക് ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു ടേബിൾ ആയിട്ട് നോക്കാം. എങ്ങനെയാണ് കൺസ്യൂമർ ഒരു കോഫി വാങ്ങാൻ വേണ്ടിയിട്ട് എത്ര ബിസ്ക്കറ്റ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഒന്നും കൂടി പറയാം. y ബൈ എക്സ് എന്ന് പറഞ്ഞാല് y ലോസ്, എത്ര ബിസ്ക്കറ്റ് വിട്ടുകൊടുത്തു, എക്സ് ഗെയിന്, അതായത് എക്സ് എന്ന് പറയുന്ന കോഫി കിട്ടാൻ വേണ്ടിയിട്ട് എത്ര ബിസ്ക്കറ്റ് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കാണിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് നമുക്ക് 1/2 ആണ്. നമുക്കിതൊരു ചെറിയ ടേബിളിന്റെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഈ ബഡ്ജറ്റ് ലൈനിൽ ഇൻഡിഫറൻസ് കർവ് എങ്ങനെ ടാൻജന്റ് ചെയ്യുന്നു എന്ന് നോക്കാം. അതായത് കോഫി, ഇവിടെ ബിസ്ക്കറ്റ്, ഉപഭോക്താവിന്റെ വരുമാനം 100 രൂപയാണ്, അറിയാലോ. കോഫിയുടെ വില 10 രൂപയാണ്, ബിസ്ക്കറ്റിന്റെ വില 20 രൂപയാണ്. ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി കോഫി, ഉപഭോക്താവ് ഒരു 10 കോഫി 100 രൂപയ്ക്ക് ഉപഭോക്താവ് 10 കോഫി വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ബിസ്ക്കറ്റ് 0 ആണ് വാങ്ങാൻ പറ്റുള്ളൂ. ഉറപ്പല്ലേ? അത് 10 കോഫി എന്ന് വെച്ചാൽ 10 രൂപ വെച്ച് 10 കോഫി, അതായത് 10 × 10 100 രൂപ ഇവിടെ തന്നെ ചെലവായി. ഇനി ഉപഭോക്താവ് ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് കോഫി വിട്ടുകൊടുക്കാൻ തയ്യാറായി. അതായത് ഉപഭോക്താവിന് ബിസ്ക്കറ്റ് കഴിക്കണം. അതായത് ഇൻഡിഫറൻസ് കർവ് അങ്ങനെയാണല്ലോ, നമുക്ക് സെയിം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന 2 വസ്തുക്കളുടെ കോമ്പിനേഷൻ ആണല്ലോ. അപ്പൊ ആൾക്ക് ബിസ്ക്കറ്റും കോഫിയും കൂടി കുടിച്ചിട്ട് സെയിം സാറ്റിസ്ഫാക്ഷൻ വേണം. അപ്പൊ അയാള് ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് കോഫി വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാള് 8 കോഫി കുടിക്കുന്നുള്ളൂ. 8 കോഫി എന്ന് പറയുമ്പോൾ ഇവിടെ 80 രൂപ ചെലവായി. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും അല്ലേ? അയാൾക്ക് ഇപ്പൊ ഇവിടെ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. അങ്ങനെയാണ് അല്ലേ? അയാള് ഇവിടെ 2 കോഫി ഇവിടെ വിട്ടുകൊടുത്തപ്പോൾ അയാൾക്ക് ഇവിടെ ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റി. 2 കോഫിക്ക് അയാൾക്ക് ഒരു ബിസ്ക്കറ്റാണ് വാങ്ങാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് അയാൾ കുറച്ചും കൂടി ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് അയാൾ കുറച്ചും കൂടി കോഫി വിട്ടുകൊടുക്കാൻ തയ്യാറായി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. അയാൾ 5 കോഫി മതി എന്ന് വിചാരിച്ചു. 5 കോഫി 50 രൂപ, അയാൾക്ക് ഇവിടെ 50 രൂപ ചെലവായി. ഇനി അയാൾക്ക് 50 രൂപയും കൂടി ബാക്കിയുള്ളൂ. ബാക്കി 50 രൂപയ്ക്ക് അയാൾക്ക് ഇനി എത്ര ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും? 50 രൂപയ്ക്ക് ഇനി അയാൾക്ക് 2.5 ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റുള്ളൂ. 2.5 പാക്കറ്റ് ബിസ്ക്കറ്റ്. കാരണം ഒരു ബിസ്ക്കറ്റിന് 20 രൂപയാണ്. 20 രൂപയ്ക്ക് ഒരു ബിസ്ക്കറ്റ്, 40 രൂപയ്ക്ക് 2 ബിസ്ക്കറ്റ്. പിന്നെ അപ്പൊ അയാൾക്ക് എത്ര വാങ്ങാൻ പറ്റും? 2.5 ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റുള്ളൂ അല്ലെ? ഇനി അടുത്തത് അയാള് ഒറ്റ കോഫി വാങ്ങണില്ല. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 5 ബിസ്ക്കറ്റ് ഇവിടെ വാങ്ങാൻ പറ്റും അടുത്തൊരു കോമ്പിനേഷൻ വരുമ്പോൾ. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് അരയാണ് എന്ന് പറഞ്ഞു. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ 1/2 ഇതിൽ എവിടെയാണ് വരുന്നത്?
ഏത് കോമ്പിനേഷനിലാണ് വരുന്നത്? ഇവിടെ അയാൾ 10 കോഫി വാങ്ങിയപ്പോൾ 0 ബിസ്ക്കറ്റ്. ഇവിടെ അയാൾ 2 കോഫി വിട്ടുകൊടുത്തു. അപ്പോൾ അയാൾക്ക് 1 ബിസ്ക്കറ്റാണ് വാങ്ങാൻ പറ്റിയത്. ഇവിടെ അയാൾ നോക്ക്, ഇവിടെ അയാൾ 5 കോഫി വാങ്ങി. 5 കോഫി വാങ്ങിയപ്പോൾ ഇവിടെ അയാൾ 2.5 ബിസ്ക്കറ്റാണ് വാങ്ങാൻ പറ്റിയത്. ഇവിടെയാണ് ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഹാഫ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ? ഇവിടെയല്ലേ നമുക്ക് MRS ഹാഫ് വന്നിട്ടുള്ളത് ആണ്. ഇവിടെയാണ് MRS ഈ പറഞ്ഞിട്ടുള്ള ഹാഫ് ശരിക്കും വന്നിട്ടുള്ളത്. അയാൾ 5 കോഫിയും 2.5 ബിസ്ക്കറ്റും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയം നേടുന്നത് ഈ ഇൻഡിഫറൻസ് കർവ് ഈ പോയിന്റിൽ എത്തുമ്പോഴാണ്. ഇവിടെയാണ് ബഡ്ജറ്റ് ലൈന് ഇൻഡിഫറൻസ് കർവിനെ ടാൻജന്റ് ചെയ്തിട്ട് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുക. അതായത് 5 കോഫി 2.5 ബിസ്ക്കറ്റ്, 5 കോഫി 2.5 ബിസ്ക്കറ്റ്. ഇവിടെയാണ് കൺസ്യൂമർ ഇൻഡിഫറൻസ് കർവ് ടാൻജന്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുക. ഇവിടെയാണ് ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനെ ടാൻജന്റ് ചെയ്യുന്നത്. എവിടെ? ഈ കോമ്പിനേഷനിൽ. അതായത് കോഫി 5ഉം ബിസ്ക്കറ്റ് 2.5 വാങ്ങുന്ന ഈ ഒരു കോമ്പിനേഷനിലാണ് ഇൻഡിഫറൻസ് കർവ് ബഡ്ജറ്റ് ലൈനെ ടാൻജന്റ് ചെയ്തിട്ട് കൺസ്യൂമർ മാക്സിമം ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഇതാണ്, ഡെറിവേഷൻ ഓഫ് ഡിമാൻഡ് കർവ് ഫ്രം ഇൻഡിഫറൻസ് കർവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെയാണ് ഡിമാൻഡ് കർവ് കണ്ടുപിടിക്കുന്നത്? ഡിമാൻഡ് കർവ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വൈകിട്ടത് ഒന്നും കാണില്ല, നമ്മൾ എക്സിൻ്റെത് മാത്രം കാണുന്നുള്ളൂ. അതായത് ഡിമാൻഡ് കർവ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുപിടിക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ എക്സിന്റെ വില മാത്രം മാറുന്നുള്ളൂ. അവിടെ വൈൻ്റെ വില മാറുന്നില്ല. വൈൻ്റെ വില സെയിം തന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ എക്സിന്റെ വില മാറുന്ന സമയത്ത് നമുക്ക് എക്സ് എത്ര വാങ്ങാൻ പറ്റും എന്ന് കാണിക്കുന്നതാണ് ഡിമാൻഡ് കർവ്. അതായത് എക്സിന്റെ വില കുറയുമ്പോൾ നമുക്ക് എക്സ് എത്ര വാങ്ങാൻ പറ്റും, എത്ര കൂടുതൽ വാങ്ങാൻ പറ്റും. എക്സിന്റെ വില കുറയുന്ന സമയത്ത് എക്സ് എത്ര കൂടുതൽ വാങ്ങാൻ പറ്റും എന്ന് കാണിക്കുന്നതാണ് ഡിമാൻഡ് കർവ്. ഇവിടെ നമ്മൾ വൈനെ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ നമ്മൾ ഈ ബഡ്ജറ്റ് ലൈന് എടുത്ത സമയത്ത് നമുക്ക് എക്സും വൈയും ഉണ്ട്. അപ്പൊ ഈ എക്സും വൈയും എന്ന് പറയുന്നത് ഈ 2 വേരിയബിൾസ് ഉള്ള സമയത്ത് നമുക്ക് എങ്ങനെ ഈ വൈനെ ഒഴിവാക്കിയിട്ട് നമ്മൾ എക്സ് മാത്രമായിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഒരു ഇക്വേഷന് നമ്മൾ റീപ്ലേസ് ചെയ്യണം. നമ്മൾ റീപ്ലേസ് ചെയ്ത് നമ്മൾ വൈനെ ഒഴിവാക്കി അല്ലെങ്കിൽ വൈനെ എക്സിന്റെ രൂപത്തിൽ കണ്ടിട്ട് നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്നാൽ മാത്രം നമുക്ക് ഡിമാൻഡ് കർവ് എങ്ങനെ ഇൻഡിഫറൻസ് കർവിൽ നിന്നും ഡെറിവേറ്റ് ചെയ്യുക എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടി പറയാം. നമുക്ക് ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സിൻ്റെത് മാത്രം നമ്മൾ നോക്കുന്നുള്ളൂ. അതായത് എക്സിന്റെ വില മാറുമ്പോൾ നമ്മൾ എത്ര കൂടുതൽ എക്സ് വാങ്ങുന്നു എന്ന് കാണിക്കുന്നതാണ് ഡിമാൻഡ് കർവ്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഇക്വേഷനിൽ വൈ ഉണ്ട്. വൈ ഉള്ളപ്പോൾ നമ്മൾ വൈനെ ഒഴിവാക്കണ്ടേ? വൈനെ ഒഴിവാക്കിയാലല്ലേ നമുക്ക് എക്സിന്റെ വില മാറിയിട്ട് നമുക്ക് എത്ര കൂടുതൽ എക്സ് കാണും എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. പക്ഷെ എക്സിന് നമ്മൾ മാത്രം കണക്കാക്കണമെങ്കിൽ നമ്മൾ വൈനെ എങ്ങനെ ഒഴിവാക്കും? നമ്മൾ പുതിയൊരു ഇക്വേഷന് നമ്മൾ റീപ്ലേസ് ചെയ്യണം. അതായത് ബഡ്ജറ്റ് ലൈനിന്റെ ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് പുതിയൊരു ഇക്വേഷന് നമ്മൾക്ക് റീപ്ലേസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതൊക്കെ നമ്മളൊന്ന് മാറ്റിയിട്ട് നമുക്കതൊന്ന് റീപ്ലേസ് ചെയ്ത് നോക്കാം. നമ്മുടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. y ബൈ എക്സ് ഈസ് ഈക്വൽ ടു പി എക്സ് ബൈ പി വൈ അല്ലേ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വൈനെ പരിപൂർണമായിട്ട് മാറ്റിക്കളയണം, അല്ലെങ്കിൽ വൈനെ എക്സിന്റെ രൂപത്തിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഡിമാൻഡ് കർവ് നമ്മൾക്ക് കണ്ടുപിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ വില മാറുമ്പോൾ എത്ര എക്സ് വാങ്ങുന്നു എന്ന് നമ്മൾക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ വൈനെ മാറ്റാൻ വേണ്ടിയിട്ട് വൈനെ നമ്മൾ എടുത്തു, വൈ എടുത്തു. വൈ ഈസിക്കൽ ടു പി എക്സ് ബൈ പി വൈ ഇൻറ്റു എക്സ്. ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ വന്നു. ഇനി ഈ ഇക്വേഷന് നമ്മൾ ബഡ്ജറ്റ് ലൈനിൽ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാക്കി മാറ്റി, വൈനെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പി എക്സ് ഇൻറ്റു പി എക്സ് പ്ലസ് പി വൈ ഇൻറ്റു വൈ ഈസിക്കൽ ടു ഐ. ഈ ഇക്വേഷനിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ വൈ എന്ന് പറയുന്ന സ്ഥാനത്തൊക്കെ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. നമുക്കിപ്പോൾ ഈ കിട്ടിയ ഇത് ഫോർമുല നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് എങ്ങനെ വരിക? പി എക്സ് ഇൻറ്റു എക്സ് പ്ലസ്
ഈ വൈൻ്റെ സ്ഥാനത്താണ് നമ്മൾ ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. പി വൈ ഇൻറ്റു വൈയുടെ ഈ സ്ഥാനത്ത് നമ്മൾ ഇത് കൊടുത്തു, പി എക്സ് ബൈ പി വൈ ഇൻറ്റു എക്സ്. ഇതാണല്ലോ വൈൻ്റെ ഫോർമുല നമുക്ക് കിട്ടിയത്. നിങ്ങൾക്ക് മനസ്സിലായ വൈ എന്ന് പറയുന്നത് വൈ നമുക്ക് മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ നമ്മൾ ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഒരു ഫോർമുല കണ്ടുപിടിച്ചു. ഇനി ആ ഫോർമുല ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മൾ വൈ മാത്രം ഈ സൈഡിൽ നിർത്തി. ഇനി പി എക്സ് ബൈ പി വൈ ഇൻറ്റു എക്സ്. ഈ വൈ എന്ന് പറയുന്ന സ്ഥാനത്ത് നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ഫോർമുലയിലെ ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ പി വൈ ഇൻറ്റു ഈ വൈയുടെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയ ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു, ഈസിക്കൽ ടു ഐ. ഇനി പി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പി വൈ ഇൻറ്റു പി എക്സ് ബൈ പി വൈ ഇൻറ്റു എക്സ് ഈസിക്കൽ ടു ഐ. ഇനി നമ്മൾ നോക്കി, ഈ വൈയും പോയി, ഈ വൈയിൽ നമ്മളത് വെട്ടിക്കളഞ്ഞു. അതായത് ഇവിടെ ഒരേപോലെ വൈ വന്നപ്പോൾ നമ്മളത് വെട്ടിക്കളഞ്ഞു. ഇനി നോക്ക്, പി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് പി എക്സ് ഇൻറ്റു എക്സ് ഈസിക്കൽ ടു ഐ. ഇപ്പൊ 2 പി എക്സ് ഉണ്ട് ഇപ്പം, അതായത് 2 പി എക്സ് ഇൻറ്റു എക്സ് ഐ ഈസിക്കൽ ടു ഐ. ഇങ്ങനെ കിട്ടി നമുക്ക്, ഇല്ലേ? ഇനി ഇതിൽ നിന്ന് നമ്മൾ എക്സ് മാത്രമാണല്ലോ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എക്സ് മാത്രം നമ്മൾക്ക് കണ്ടുപിടിക്കാൻ എക്സ് നമ്മൾ നിർത്തി. എക്സ് ഈസിക്കൽ ടു ഐ ബൈ ഈ 2 പി എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2 ബൈ ഐ ബൈ 2 പി എക്സ് എന്നായി. നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞിട്ടെ, നമ്മൾക്ക് വൈനെ മാത്രം നമ്മൾക്ക് എക്സിന്റെ രൂപത്തിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു പുതിയൊരു ഫോർമുല, നമ്മൾ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഈ ഫോർമുല വെച്ചിട്ട് നമ്മളൊരു പുതിയ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ച ഫോർമുല ആണ് ഇത്. അതായത് വൈനെ മാത്രം അവിടെ നിർത്തിയിട്ട് നമ്മൾ പി എക്സ് ബൈ പി വൈ ഇൻറ്റു എക്സ്, ഇത് ഇപ്പുറത്തേക്ക് പോയി, എക്സ് ഇവിടുന്ന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തേക്ക് പോവാണല്ലോ ചെയ്യുക സാധാരണ നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഇത് പോയി. ഇനി നമ്മൾ ബഡ്ജറ്റ് ലൈനിൻ്റെ ഈ ഫോർമുല വെച്ചിട്ട് നമ്മൾ ഈ പുതിയ ഫോർമുല അതിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതായത് പി എക്സ് ഇൻറ്റു പി എക്സ് പ്ലസ് പി വൈ അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഈ വൈയുടെ സ്ഥാനത്ത് നമുക്ക് കണ്ടുപിടിച്ച ഈ പുതിയ ഫോർമുല അപ്ലൈ ചെയ്തു ഇൻറ്റു ഐ. ഈ പി എക്സും ഈ 2 വൈയും നമ്മൾ പി വൈ ഇൻറ്റു പി വൈ നമ്മൾ വെട്ടിപ്പോയി. 2 സ്ഥലത്തും പ്രൈസ് ഓഫ് 5 വന്നത് കൊണ്ട് ആ 2 നമ്മൾ വെട്ടിക്കളഞ്ഞു. ഇനി 2 പി എക്സ് ഇൻറ്റു എക്സ് ഈസിക്കൽ ടു ഐ. ഇനി എക്സ് മാത്രം നമ്മൾ കണ്ടുപിടിക്കുന്നത് കൊണ്ട് എക്സ് നമ്മൾ ഇങ്ങോട്ട് എടുത്തു. ഐ ഇപ്പുറത്തുള്ള 2 പി എക്സ് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ 2 പി എക്സ്. ഇതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇതാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇതാണ് ഇപ്പൊ ഡിമാൻഡ് ഫംഗ്ഷൻ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് പുതിയ ബഡ്ജറ്റ് ലൈൻ കണ്ടുപിടിക്കുന്നതും പുതിയ ഇൻഡിഫറൻസ് കർവ് കണ്ടുപിടിക്കുന്നതും ഇതിൽ നിന്നും ഡിമാൻഡ് കർവ് എങ്ങനെ ഡെറിവേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ആക്കുന്നത്. ഇനി നമ്മൾ എക്സ് എന്നുള്ള വസ്തു നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എക്സിന്റെ വില മാത്രം മാറുന്നുള്ളൂ, വൈൻ്റെ വില മാറുന്നില്ല. അങ്ങനെയുള്ള നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മൾ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വില മാത്രം മാറുന്നുള്ളൂ, വൈൻ്റെ വില മാറുന്നില്ല. അത് മനസ്സിൽ നിങ്ങൾ എപ്പോഴും നിങ്ങൾ കരുതുക. നമുക്ക് ഡിമാൻഡ് കർവ് കണ്ടുപിടിക്കണമെങ്കിൽ എക്സിന്റെ വില മാത്രം മാറിയിട്ട് ആ മാറുന്ന വില കൊണ്ട് എത്ര എക്സ് നമുക്ക് കൂടുതൽ വാങ്ങാം എന്ന് കാണിക്കുന്നതാണ് ഡിമാൻഡ് കർവ്. അപ്പം നമ്മൾ ഈ നേരത്തെ പഠിച്ച ബഡ്ജറ്റ് ലൈനിലൊക്കെ നമ്മൾ എക്സിന്റെ വിലയും വൈൻ്റെ വിലയും ഒക്കെ കണക്ക് കൂട്ടുന്ന പോലെയല്ല, ഇവിടെ എക്സിന്റെ വില മാത്രം മാറുന്നുള്ളൂ. ഡിമാൻഡ് കർവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സിന്റെ വില മാത്രം മാറ്റുന്നുള്ളൂ. അപ്പൊ എക്സിന്റെ വില മാറുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അതായത് നമ്മൾക്ക് കോഫി, ബിസ്ക്കറ്റ് ഇപ്പൊ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയതാണ്. നമ്മൾ ബിസ്ക്കറ്റിന്റെ വില മാറുന്നില്ല. ബിസ്ക്കറ്റിന്റെ വില നേരത്തെ പോലെ തന്നെ 20, 20, 20 ആണ്. ഇവിടെ നമ്മൾ ബിസ്ക്കറ്റിന്റെ വില ഒന്നും ചെയ്യുന്നില്ല. ബിസ്ക്കറ്റിന്റെ വില അവിടെ തന്നെ 20, 20 നിൽക്കുകയാണ്. ഉപഭോക്താവിന്റെ വരുമാനം 100 ഉണ്ട്. ഇനി കോഫിന്റെ വിലയാണ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നത്. കോഫിന്റെ വില നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിസ്ക്കറ്റിന്റെ വില അതേ സെയിം തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോഫിന്റെ വില നമുക്കിപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് കോഫിന്റെ വില 20, 10, 5 ഇങ്ങനെ ഒരു ലെവലിലേക്ക് കോഫിന്റെ വില മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. നമ്മൾ ഇനി ഈ ഇക്വേഷൻ, അതായത് കോഫിന്റെ വില ഇവിടെ മാറി 20, 10, 5 എന്ന് പറയുന്ന ഒരു ലെവലിൽ നമ്മൾ മാറി വന്നു വിചാരിക്കുക. ഇനി നമ്മളിത് ഈ ഇക്വേഷനിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എത്ര എക്സ് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറയാനായിട്ട് എക്സ് ഈസിക്കൽ ടു ഐ ബൈ 2
പി എക്സ്. നമ്മൾക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് ഇൻകം എന്ന് പറയുന്നത് 100 രൂപയാണ്. 2 ഇൻറ്റു പി എക്സ് എന്ന് പറയുന്നത് ആദ്യത്തതിൽ എത്രയാണ് നമുക്ക് വരുന്നത്? 20 അല്ലേ? അതായത് 100/40 എത്രയാണ് വരുന്നത്? 2.5 അല്ലേ? രണ്ടാമത്തത് നോക്കുമ്പോഴാ അപ്പൊ നമുക്ക് ആദ്യത്തത് കിട്ടുന്നത് 2.5. രണ്ടാമത്തത് ഈ ഇക്വേഷനിൽ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോഴാ 100 ഇൻറ്റു 2 ഇൻറ്റു 10, അതായത് 100/20 5. ഇനി മൂന്നാമത്തത് വെച്ചിട്ട് നോക്കുമ്പോൾ 100 ഇൻറ്റു 2 ഇൻറ്റു 5, 100/10 = 10 പോയിന്റുകൾ വെച്ചിട്ടാണ് നമ്മൾ എക്സിന്റെ ഡിമാൻഡ് കർവ് വരയ്ക്കുന്നത്. അതായത് ഇതാണ് നമ്മൾ എക്സിന് വരയ്ക്കാൻ വെച്ചിട്ടുള്ള ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഈ പോയിന്റുകളിൽ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്ന ഒരു കർവാണ് നമ്മൾ എക്സിന്റെ ഡിമാൻഡ് കർവായിട്ട് വരുന്നത്. ഇനി നമ്മൾ ബഡ്ജറ്റ് ലൈന് നോക്കാണെന്ന് വിചാരിക്കാം. ബഡ്ജറ്റ് ലൈന് നോക്കാണെന്ന് വെച്ചാൽ ഇവിടെ കോഫിയുടെ വില ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം 20 രൂപയാണ്. നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങണേ ഇല്ല എന്ന് വിചാരിക്കുക. നമ്മൾ ഫുള്ള് പൈസ നമ്മൾ എന്ത് വാങ്ങാൻ തീരുമാനിക്കുകയാണ്? കോഫി വാങ്ങാൻ തീരുമാനിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളെ കയ്യിൽ 100 രൂപയുള്ളോ നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങണില്ല, കോഫി മാത്രമാണ് നമ്മളിവിടെ വാങ്ങുന്നത്. കാരണം എക്സിന്റെ മാത്രമാണല്ലോ നോക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 രൂപയ്ക്ക് നമുക്ക് എന്ത് വാങ്ങാൻ പറ്റും? 5 കോഫി വാങ്ങാൻ പറ്റും ഇല്ലേ? 20 രൂപയ്ക്ക് നമുക്ക് 5 കോഫി വാങ്ങാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എത്രയാണ്? ഈ കോമ്പിനേഷൻ കിട്ടുന്നത് 5-0 എന്നുള്ളൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ബഡ്ജറ്റ് ലൈനിൽ. നമ്മൾ കോഫി മാത്രം വാങ്ങുന്നുള്ളൂ. ഇനി നമ്മൾ 10 രൂപയ്ക്ക് നമ്മൾ എന്താണ് വാങ്ങുന്നത്? നമ്മൾ 10 രൂപയ്ക്ക് ബിസ്ക്കറ്റ് വാങ്ങുന്നില്ല. മുഴുവൻ 100 രൂപ നമ്മൾ വരുമാനം കൊണ്ട് ഓരോ കോഫിക്കും 10 രൂപ വെച്ചിട്ട് നമ്മൾ കോഫി മാത്രം വാങ്ങാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര കോഫി വാങ്ങാൻ പറ്റും? 10 കോഫി വാങ്ങാൻ പറ്റും. ബിസ്ക്കറ്റ് 0 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ 5 രൂപയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ 5 രൂപ മൊത്തം നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങുന്നില്ല, കോഫിക്ക് വേണ്ടി മാത്രം ഈ 5 രൂപ ചെലവഴിക്കാണ്. അങ്ങനെ 100 രൂപയ്ക്കും നമ്മൾ കോഫി വാങ്ങാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ തീർച്ചയായിട്ടും 20 കോഫിയും 0 ബിസ്ക്കറ്റും വാങ്ങാൻ പറ്റും. കാരണം ഇവിടെ ഒന്നും നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങുന്നില്ല ബഡ്ജറ്റ് ലൈൻ വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ വാങ്ങുന്നത് എന്താണ്? കോഫിയാണ് വാങ്ങുന്നത്. അപ്പൊ ഇതാണ് ബഡ്ജറ്റ് ലൈനിൽ വരുന്നത്. 5-0, 10-0, 20-0 എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇവിടെ ഇത് വരുന്നത്. ഇനി നമ്മൾ ഇപ്പൊ ഇവിടെ ഇൻഡിഫറൻസ് കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു കൺസ്യൂമർ ഇക്വിലിബ്രിയം നേടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ എക്സ് 2.5x ആണ് നമ്മൾ ആദ്യത്തെ 20 രൂപയായപ്പോൾ നമുക്ക് 2.5x ആണ് നമുക്ക് കോഫി വാങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞു. 2.5 കോഫിയാണ് വാങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞു. 2.5 കോഫി എന്ന് പറഞ്ഞാൽ നമുക്ക് 20 രൂപയ്ക്ക് 2.5 കോഫി എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രൂപയാവും? അവിടെ 50 രൂപ നമ്മൾ കോഫിക്ക് വേണ്ടി ചെലവഴിച്ചു. ഇനി ബാക്കി 50 രൂപയും കൂടി ഉണ്ട്. അതായത് നമ്മൾ ആദ്യമേ പറഞ്ഞു ബിസ്ക്കറ്റിന് 20 രൂപയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര ഇത് വാങ്ങാൻ പറ്റും? ഇത് കോഫിയുടെ ആണ്. കോഫി ആണ് ഇത്. നമുക്ക് ബിസ്ക്കറ്റ് 2.5 ബിസ്ക്കറ്റ് തന്നെ വാങ്ങാൻ പറ്റും. കാരണം 50 രൂപയ്ക്ക് നമ്മൾ കോഫി വാങ്ങി. 2.5 എന്ന് പറയുമ്പോൾ നമ്മൾ 50 രൂപയ്ക്കാണല്ലോ. അതായത് ഇവിടെ 20 രൂപയാണ് കോഫിക്ക്. 2.5 കോഫി നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ 50 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി 50 രൂപ ഉണ്ട്. ഈ ബാക്കി 50 രൂപയ്ക്ക് നമുക്ക് 2.5 ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ 5 രൂപ, അതായത് വില 10 രൂപയായി കഴിഞ്ഞപ്പോൾ നമ്മൾ 5 കോഫിയാണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ റീപ്ലേസ് ചെയ്ത് എടുത്തിട്ടുള്ളത്, അത് മറക്കരുതേ. ഇനി നമ്മൾ ഇവിടെ 5 കോഫിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. 5 കോഫിക്ക് 10 രൂപ വെച്ചിട്ട് ഇവിടെയും 50 രൂപ പോയി. ബാക്കി നമുക്ക് 50 രൂപ ഉണ്ട്. അപ്പോഴും നമ്മൾ എത്രയായി? 2.5. നമ്മൾ എത്ര ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും? ഇനി 50 രൂപ ബാക്കിക്ക് നമുക്ക് 2.5 ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. 2.5 പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും. ഇനി വില 5 രൂപയായി കഴിഞ്ഞപ്പോൾ നമ്മൾ 10 കോഫിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ 10 കോഫിക്ക് വില 5 രൂപ വെച്ചിട്ട് വാങ്ങുമ്പോൾ 50 രൂപ നമുക്ക് ചെലവായി. ഇനി 50 രൂപ ബാക്കിയുണ്ട്. നമുക്ക് ബിസ്ക്കറ്റ് 2.5 ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റുക. അതായത് 2.5 ബിസ്ക്കറ്റാണ് വാങ്ങാൻ പറ്റുന്നത്. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഇതിൽ നിന്നും ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും നമ്മൾ വരയ്ക്കണം. അതായത് നമ്മൾ ഈ ഒരു മാപ്പിൽ ഈ ഒരു ടേബിളിൽ നിന്നും ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും നമ്മൾ വരയ്ക്കുകയാണ് എന്ന് വിചാരിക്കാം.
നമ്മൾ ആദ്യം പറഞ്ഞു, ആദ്യത്തെ ബഡ്ജറ്റ് ലൈനിൽ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ നേരത്തെ മാച്ച് കഴിഞ്ഞ ആ ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ പറഞ്ഞു ബിസ്ക്കറ്റിന്റെ വില 20 രൂപയാണ് എന്ന് നമ്മൾ പറഞ്ഞു. നേരത്തെ നമ്മൾ കോഫിയുടെ വില 10 രൂപയായിരുന്നു. ഇത് അവിടെ നിന്ന് നമ്മൾ കോഫിയുടെ വില ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കിട്ടുന്നത് എന്നും, അതേപോലെ തന്നെ എക്സിന്റെ വില, എക്സ് എന്ന് പറയുന്ന കോഫിയുടെ വില മാറുമ്പോൾ എങ്ങനെയാണ് ഡിമാൻഡ് കർവ് കിട്ടാമെന്ന് നോക്കാനാണ് നമ്മളിവിടെ കോഫിന്റെ വില മാറ്റി എടുത്തിട്ടുള്ളത്. അപ്പൊ നേരത്തെ കണക്ക് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ബിസ്ക്കറ്റിന്റെ വില അതായത് 5 നമ്മൾ അവിടെ ബഡ്ജറ്റ് ലൈന് വന്നിട്ടുള്ളത്. അത് 20 രൂപ വെച്ചിട്ട് നമുക്ക് 5 കൂടി ബിസ്ക്കറ്റാണ് 100 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ബിസ്ക്കറ്റിന്റെ വില 5 തന്നെയായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബിസ്ക്കറ്റ് എന്ന് പറയുന്ന ആ വൈൻ്റെ കാര്യത്തിൽ നമ്മളൊന്നും മാറ്റണില്ല. വൈൻ്റെ വില 20 രൂപ തന്നെയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വൈൻ്റെ ബഡ്ജറ്റ് ലൈൻ എപ്പോഴും ഇവിടെ 5 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സിൻ്റെതാണ് മാറി മാറി വരുന്നത്. എക്സിൻ്റെത് നമുക്ക് ആദ്യം നമ്മൾ വന്നിട്ടുള്ളത് എത്രയാണ് വന്നിട്ടുള്ളത്, 5 5ലേക്കാണ് വരയ്ക്കുന്നത്. എക്സ് ഇവിടെ എക്സ് ആണ് കോഫി, ബിസ്ക്കറ്റ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കോമ്പിനേഷനിൽ 5 നിന്നും ബിസ്ക്കറ്റിന്റെ, അതായത് ബിസ്ക്കറ്റ് 5 തന്നെ ഇവിടെ നിന്നും നമ്മൾ 10ലേക്കാണ് പോണത്. ഇനി നമ്മൾ അടുത്ത കോമ്പിനേഷൻ എത്രയാണ്, എക്സിന്റെ വില മാത്രം മാറുന്നുള്ള വൈൻ്റെത് 5 തന്നെ നിൽക്കുന്നു 20ലേക്ക്. ഇതാണ് ബഡ്ജറ്റ് ലൈന് 1, ബഡ്ജറ്റ് ലൈന് 2, ബഡ്ജറ്റ് ലൈന് 3. ഇനി നമ്മൾ എങ്ങനെയാണ് ഡിമാൻഡ് കർവ് ഇതിൽ നിന്നും ഡെറിവേറ്റ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കാം. അപ്പം നമ്മൾക്ക് ഡിമാൻഡ് കർവിന്റെ പോയിന്റ് കിട്ടിയത് എന്താണ്, കോഫി 20 കോഫി 20 കോഫിന്റെ വില ആയ സമയത്ത് നമുക്ക് 2.5 കോഫിയാണ് വാങ്ങാൻ പറ്റിയത് എന്നാണ് നമ്മൾ നേരത്തെ ഈ കണക്ക് വെച്ചിട്ട് ചെയ്തപ്പോൾ കിട്ടിയത്. അതേപോലെ തന്നെ കോഫിയുടെ വില 10 ആയ സമയത്ത് 5, ഇവിടെയാണ് 5 കോഫിയാണ് നമുക്ക് വാങ്ങാൻ പറ്റിയത് എന്നാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ തന്നെ കോഫിന്റെ വില 10 ആയ സമയത്ത് നമുക്ക് 5 കോഫി വാങ്ങാൻ പറ്റി. കോഫിന്റെ വില 5 ആയ സമയത്ത് നമുക്ക് 10 കോഫി വാങ്ങാൻ പറ്റി. ഇതെങ്ങനെയാണ് നമ്മൾക്ക് കിട്ടിയത്, നമുക്ക് കിട്ടിയത് ഈ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ വെച്ച് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഡിമാൻഡ് കർവ് വരയ്ക്കാം. കോഫിന്റെ വില 20, ഇവിടെയാണ് കോഫിയുടെ ക്വാണ്ടിറ്റി, ഇവിടെയാണ് പ്രൈസ്. കോഫിന്റെ വില 20 ആവണ സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, 2.5. ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി കോഫിന്റെ വില 10 ആവണ സമയത്ത് നമുക്ക് 5 നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളത്. ഇനി കോഫിന്റെ വില 5 ആവണ സമയത്ത് നമുക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള അളവ് എത്രയാണ്, 10. ഇതാണ് ഡിമാൻഡ് കർവ്. അതായത് ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് കിട്ടുന്ന ഈ കർവാണ് നമ്മൾ ഡിമാൻഡ് കർവ്. അതായത് പ്രൈസ് കൺസംഷൻ കർവിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഡിമാൻഡ് കർവ്. എക്സിന്റെ ഡിമാൻഡ് കർവ് ഇതാണ്, എക്സിന്റെ ഡിമാൻഡ് കർവ്. നിങ്ങൾക്ക് മനസ്സിലായല്ല?